ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് നമ്മുടെ അസർബൈജാൻ ട്രിപ്പിന്റെ ഡേ 2 ആണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങുന്ന ടൈമിൽ ഇറങ്ങാൻ പറ്റിയില്ല ഞങ്ങൾക്ക്. കാരണം സേറമോൾക്ക് രാത്രി നല്ല പനി ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ അസ്വസ്ഥതയിൽ സേറമോൾ ഉറങ്ങാനായിട്ടൊക്കെ ഒരുപാട് ലേറ്റ് ആയിരുന്നു. ഞാൻ ഇച്ചതിന് നേരത്തെ എണീറ്റെങ്കിലും കൊച്ചിനെ എണീറ്റിട്ടും നല്ല വാശിയും ഒരു പനിയുടെ ഒരു മൂഡായിരുന്നു ആൾക്ക്. അപ്പോൾ കൊച്ചിനെ എണീപ്പിച്ച് റെഡിയാക്കിയപ്പോഴത്തേനും കുറച്ച് ലേറ്റായി. പിന്നെ വണ്ടിയിൽ വെച്ചിട്ട് മരുന്നൊക്കെ കൊടുത്ത് പിന്നെ ആള് പിന്നെ ഓക്കെ ആയിട്ടോ. പിന്നെ പിറ്റത്തെ ദിവസവും പിന്നെയുള്ള ദിവസങ്ങളിലൊന്നും ആൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. മരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തോണ്ടിരുന്നു. ഇപ്പം നമ്മൾ കുട്ടികളായിട്ടൊക്കെ ട്രാവൽ ചെയ്യുന്നവർ ഇങ്ങനെ പനിയുടെ മരുന്നും അങ്ങനെയൊക്കെ എല്ലാവരും എടുക്കും. എന്നാലും ഞാൻ എൻ്റെ ഒരു അനുഭവം കൊണ്ട് പറയാണ്, എല്ലാം നമ്മൾ ബാഗിലെടുത്ത് വെക്കണമെന്ന് നല്ലതായിരിക്കും കേട്ടോ. എപ്പോഴാണ് അതിൻ്റെ ഒരു ആവശ്യം വരണമെന്ന് അറിയില്ലല്ലോ. കൊച്ചുങ്ങൾക്കാവുമ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് മരുന്ന് വാങ്ങിക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ എന്തായാലും നമ്മുടെ ബാഗിൽ കരുതുന്നത് നല്ലതായിരിക്കും. ഞാൻ പിന്നെ കൊച്ചിന് മാത്രമല്ല, ഞാൻ എവിടെ പോയാലും ഞങ്ങൾക്കുള്ളൊരു ഫസ്റ്റ് എയ്ഡും കൂടെ ഞാൻ കരുതിയിരിക്കും. കാരണം നമ്മൾ വേറൊരു സ്ഥലത്ത് പോകണമല്ലോ, നമുക്ക് അവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ പിടിക്കുമെന്നൊന്നും ഒരു ഉറപ്പില്ല. അപ്പോൾ ഒരു ജസ്റ്റ് പാനഡോളും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ. അപ്പോൾ കൊച്ചിൻ്റെ മരുന്നിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് എത്രയും നീണ്ടങ്ങ് പോയത്. നമ്മൾ ഫസ്റ്റ് പോയതൊരു മാർക്കറ്റിലേക്കാട്ടോ. കുറച്ച് ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്കാണ് ഫസ്റ്റ് പോയത്. അങ്ങനെ വാങ്ങിച്ച് പിന്നെ ഇപ്പം നേരെ പോകുന്നത് ഗുബുസ്ഥാൻ ആർക്കിയോളജിക്കൽ ഡിസ്കവറിയിലേക്കാട്ടോ. അപ്പോൾ ഇനി പോകുന്ന വഴിയിലെ കാഴ്ചകളും അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണാം. ഫുൾ ഓയിൽ റിഗ്. കടലില് റിഗ് തന്നെയല്ലേ, കടലിൽ ഓയിൽ റിഗാണ്. നടുക്ക അവിടെ കണ്ടോ ഓയിൽ റിഗിന്റെ ഒരു ഇതുണ്ട് അവിടെ. Green is one Muslim. So now we are going to Gubustan. Okay. How long from here? 25 minutes. What is in Gubustan basically? Gubustan National Museum. Okay. With rocks and Okay. Madhukana.
നാഷണൽ ഹിസ്റ്റോറിക് ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഇത്. Yeah, Sunday or Friday, Saturday. On Sunday. And government 2 days. Government 2 days. Saturday, Sunday. So we are going to that mountain, right? Yeah, first we go to this museum. Okay. Then same ticket up to mountain. Okay. So that museum is for Museum for Homo sapiens people. Fully Homo sapiens. Okay. ഇപ്പം നമ്മളവിടെ എത്തി, ടിക്കറ്റ് ഒക്കെ എടുത്ത് ഇതേ മ്യൂസിയത്തിൽ കയറി കേട്ടോ. ഇവിടെ പ്രധാനമായിട്ട് കാണാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1930 ഇവിടെ ഉണ്ടായിരുന്ന കോറി വർക്കേഴ്സ് കണ്ടെടുത്ത 7000-ലധികം വരുന്ന കൊത്തുപണികളുടെ ഒരു കളക്ഷൻ ആട്ടോ. അതിൽ പഴയ വേട്ടയാടൽ രംഗങ്ങള്, പിന്നെ അവരുടെ ഡെയിലി ലൈഫ്, പിന്നെ അതിനനുസരിച്ചുള്ള അവരുടെ ഓരോ ആചാരങ്ങള്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കാണാം കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇവിടെ കണ്ടതൊക്കെ നിങ്ങളെയും കാണിച്ചു തരാം കേട്ടോ. ശരിക്കും ഒരു മനുഷ്യൻ നിൽക്കണത് പോലെ തന്നെ ഉണ്ട്. എന്താ സൗണ്ടും ഉണ്ട്. ഓ ഇങ്ങനെയായിരുന്നല്ലേ. എന്താ Immigration of modern humans, Homo sapiens, out of Africa. Africa എന്നാണ് Homo sapiens വന്നിട്ട് ഇവിടെ എല്ലായിടത്തും പോയി. Humans reached Azerbaijan about 40,000 years ago. പണ്ടത്തെ ആൾക്കാർ ആടിനെ വെച്ച് ഗോട്ടിന്റെ പേരാണ്. ചെറിയൊരു പനിയുണ്ട്. കേവിനുള്ളിലെ ഫാമിലി മാറ്റണെങ്കിലും എല്ലാം ചോറിക്കും. ഏത് കളർ എടുക്കണം? പിങ്ക്. പിങ്ക് കല്ല. പിങ്ക് അല്ല, കല്ല് വെച്ചിട്ട് വരക്കണം.
ആഴ്ചയിലായല്ലോ എന്തെങ്കിലും ഈ മഴ ഇച്ചയ ഇച്ചയ മാമ്പുവയസ്സല്ലേ മറ്റേ കൊക്കയിൽ വീട്ടിൽ അവൻ്റെ രക്ഷിക്കണമെന്നാണ് ബറിയിലാണ് അവിടെ എഴുതിയിട്ടുണ്ട് ബറിയിൽ നമ്മളിപ്പോൾ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ മ്യൂസിയത്തിൽ കണ്ട ഓരോ സാധനങ്ങളും കണ്ടെത്തിയത് കേട്ടോ. പിന്നെ അവർ താമസിച്ച ഗുഹയും എല്ലാം ഇവിടെ തന്നെയാണ്. പിന്നെ ഇവിടെ നമുക്ക് അവർ കല്ലിൽ കൊത്തി എഴുതിയതും വരച്ചതൊക്കെ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും കേട്ടോ. ഇവിടെ നമുക്ക് സെപ്പറേറ്റ് ടിക്കറ്റ് ഒന്നും വേണ്ട, ആ സെയിം ടിക്കറ്റിൽ തന്നെ കയറാം. ഈ സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് കിട്ടിയെന്നാ ഈ സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് കിട്ടിയാന്നായിരിക്കും അല്ലേ? ആ ഇനി നമ്മൾ കാണാൻ പോകുന്നത് മഡ് വോൾക്കാനെ കാണാനാട്ടോ. അത് കണ്ടിരിക്കേണ്ടത് തന്നെയാട്ടോ. പിന്നെ ഫ്ലെയിം ടെമ്പിൾ, അങ്ങനെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് സ്ഥലത്ത് പോകുന്നുണ്ട്. അതൊക്കെ അടുത്ത വീഡിയോ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അല്ലെങ്കിൽ ഈ വീഡിയോ ഒരുപാട് നീണ്ടുപോകും. അപ്പൊ നമ്മുടെ ഈ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.